ഹലോ ഹായ്. അപ്പം നിങ്ങൾ തമ്മിലൊക്കെ കണ്ടു കാണും. അതേ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പിയിലാണ്. ഞാനും ഉണ്ട്, അപ്സരയുണ്ട്, ഐഷുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, സംഭവം കുറേ നാളായിട്ട് എല്ലാവരും പറയാണ് ഒരു മേക്ക് ഓവർ. അങ്ങനെ ഞാനൊരു മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. ഹായ് ചേച്ചി. ചേച്ചിയല്ലേ മേക്കപ്പ്? അതെ, എൻ്റെ മേക്കപ്പ് ചെയ്യാൻ പോണ ചേച്ചിയുടെ പേര് പറയും. ഷൈനി ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് മേക്കപ്പ് ഒരു കാണുന്നില്ല. മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പോകണം. ഒരാൾ കൂടി ഉണ്ട്, എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കിടിലം ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞാനും അപ്സരയും തയ്യാറാവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ ഗൈസ്, കമോൺ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പല കാര്യങ്ങളും ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാണ്. അത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഞാൻ വാക്സ് ചെയ്തു, ത്രെഡ് ചെയ്തു. ഇനി അതുപോലെ ഞാൻ ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യമാണ് എന്താ വെച്ചാൽ നമ്മൾ ലെൻസ് വയ്ക്കാൻ പോവാണ്. അപ്പം ഞാൻ ബാക്കിയുള്ളവർ ലെൻസ് വയ്ക്കണ കാണുമ്പോൾ എനിക്കൊരു പേടി, കാരണം ഭയങ്കരമായിട്ട് അവർ ഇറിറ്റേറ്റഡ് ആവണ കാണാറുണ്ട്. അതിനിപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കണ്ടോളി. എന്ത് കളറാണ് നമ്മൾ ലെൻസ് വയ്ക്കാൻ പോണേ? ബ്രൗൺ കളർ ലെൻസ്. ഓക്കെ, ഞാനിങ്ങനെ പിടിക്കണോ? അത് കണ്ണിലേക്ക് പോണ സമയത്ത് ഒരു ഇതുണ്ടാവും. ഓക്കെ, റെഡി. ചേച്ചി പിടിച്ചമ്മ പച്ചോ? ഇല്ല, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഭയങ്കര പേടിയാണ് കണ്ണിലേക്ക്. ഓക്കെ, ഒന്നുമില്ല, നീ മേളിൽ തന്നെ നോക്കി കിടന്നാൽ മതി. നീ ജസ്റ്റ് ഒറ്റ സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ കഴിയും. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. വെച്ചണോ? കഴിഞ്ഞില്ലേ? പോലെ പോലെ ഈ കണ്ണൂരില്ലേ? അയ്യോ, ഒറ്റ സെക്കൻഡ് മോളിൽ നോക്കി കിടന്നാൽ ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടോ? കുത്തുന്നതായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ പറഞ്ഞോ കേട്ടോ. ഓവറായിട്ടില്ലല്ലോ, ഒരു കരട് വീണ പോലെ അല്ലേ? ഒരു വീണ പോലെ സെറ്റ് ഒന്നുമില്ല, കഴിയും. വെച്ചു മേളിലേക്ക് തന്നെ നോക്കിക്കോട്ടാ. ഏതെങ്കിലും ശ്രദ്ധിക്ക്, കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, സന്തോഷായി. അപ്പൊ നമുക്കിങ്ങനെ ഇവിടെ എന്തൊക്കെയോ ഇരിക്കണ പോലെ ഉള്ളി തൊടാൻ പാടില്ലല്ലേ? അല്ല, പൊടി വീണ പോലെ തോന്നുന്നുണ്ടോ? ഏത് കണ്ണ ഈ കണ്ണ ശരിയോടാ. ഇത് സെറ്റായില്ലേ? ഏകദേശം ഇത് സെറ്റായി. കാരണം കുറച്ച് കഴിഞ്ഞ് അറിയില്ല, വെച്ച കഴിയുമ്പോൾ മറന്നു പോകും. തനിക്ക് കുത്തുണ്ടെങ്കിൽ പറയണം, എടുത്തിട്ട് ഒന്ന് വെക്കും. അതല്ല, എന്തെങ്കിലും ചെറിയൊരു ബബിൾസ് അതിനകത്താവോ കട്ടാവോ ചെയ്താൽ കുത്തും.
ഞാൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണോ? ഒന്നും ചെയ്യണ്ടല്ലേ? ഒന്നും ചെയ്യണം മതി. നമ്മളിനി മേക്കപ്പ് ചെയ്യാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേസ്. ചേച്ചി ഒരു മിനിറ്റ്, ഇത് ഇവിടെ എന്തോ ഒരു മറ്റേ അത് സെറ്റ് ചെയ്യും. ചേച്ചി അവിടെ എഴുതി പ്രോപ്പർ എന്നാണ്. ഒരു പാട്ട് വെച്ചിരവേ. സാധാരണ ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഷൈനി ചെയ്യാൻ പാടുമോ? കുറച്ചു മതി. അത് വെക്കണം. നോക്കി നോക്കൂ. കഴിച്ച് ഞങ്ങൾ ഫൈനൽ ലുക്കിലേക്ക് എടുക്കാണ്. മുല്ലപ്പൂ വെച്ചു, ഇപ്പൊ താമര, സോറി, താമരയൊക്കെ വെച്ച് എനിക്ക് തന്നെ ഒന്ന് കണ്ടിട്ട് മനസ്സിലാവില്ല കഴിച്ച്. എന്താ കൊള്ളാവോ? കൊള്ളാന്ന് തോന്നണില്ലേ? കൊള്ളാം. ഷൈൻചേച്ചി സൂപ്പറാ. എന്തായാലും കമ്മല് നോക്ക്, കമ്മല് മാല എന്തൊക്കെയായി കൊച്ചി കേരളത്തിൽ നടക്കുന്നേ. അതെ അതെ, എന്താ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. എന്തായാലും അപ്സര റെഡി ആയിട്ടില്ല, കഴിഞ്ഞിട്ട് വേണം അപ്സര ഒന്ന് റെഡി ആവാൻ. ഇല്ല അപ്സരക്ക് എന്താ ഒന്നും പറയാനില്ലാത്ത? ഒന്നും പറയാനില്ല. അപ്സര രാവിലെ തൊട്ട് എന്നോട് കലിപ്പാണ് കഴിച്ചു. ഇന്നലെ രാത്രി തൊട്ട് വെച്ച് ഇന്നലെ രാത്രി തൊട്ട് അപ്സര എന്നോട് കലിപ്പാണ്. അതുകൊണ്ട് ഒരു ഇത് കിട്ടുന്നില്ല, ഒരു ഓളം കിട്ടുന്നില്ല, ഒരു വൈബ് കിട്ടുന്നില്ല. ആ അപ്സരക്ക് ആ വൈബ് ഇല്ലാത്തോണ്ട് എനിക്കും ആ വൈബ് കിട്ടണില്ല. കണ്ട എന്ത് ചെയ്യാനാ. അപ്പൊ ഞങ്ങൾ പോകാൻ പോകുന്നത് കക്കാട്ടുമലയിലാണ്. മനയിലാണ്. സോറി, ഉറക്കത്തിന്റെ ഇതിലാണ്. രാവിലെ എഴുന്നേറ്റല്ലോ, അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇനി അപ്സര എന്തെങ്കിലും പറയാ? ഒന്നും പറയില്ല കുട്ട. എങ്ങനെയുണ്ട് എന്റെ ലുക്ക്? എങ്ങനെയുണ്ട്? പക്ഷെ ഒരു രക്ഷയില്ല, അത് സൂപ്പർ ആയിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. കാരണം നോർമലി ഇവള് നമ്മളങ്ങനെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഈ ഒരു, ഇനി ഇവള് എങ്ങനെ മേക്കപ്പ് ചെയ്തെടുത്താലും ആ ഒരു പഴയ ഇത് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ രക്ഷയില്ല കേട്ടോ. അതും ആ ചേച്ചി നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടാ, ഓവറായിട്ട് ഒന്നും ഇല്ലാണ്ട്. ഭയങ്കര ഓവർ മേക്കപ്പ് ഒന്നും തോന്നിക്കുന്നില്ല, പക്ഷെ ഭയങ്കര രസമുണ്ട്. നല്ല ലുക്ക്. ഇതല്ലേ മറ്റേ പാലം? നമ്മൾ രാവിലെ വന്നപ്പോഴും കണ്ടത്. അതല്ല, ഈ പാലമാണ് മറ്റേ പട്ടാമ്പിയില്. ഇതല്ലേ പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ? അത് ഇതല്ല, അതിലൊരു കെട്ടിക്കൊണ്ടിരിക്കണേ സൈഡ് ഹോള് കണ്ടോ? രണ്ടാമത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പട്ടാമ്പി പാലത്തിൽ കൂടിയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം, എന്റെ കണ്ണില് എന്താ ലെൻസ് വെച്ച് അതാവും അങ്ങനെ. അതിങ്ങനെ കണ്ണ് ബ്ലിങ്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്താൽ ഞാനോ നീയോ പുൽച്ചാടി. ഇനി നമുക്ക് കുറച്ച് റീച്ച് മനയിലേക്ക് പോകുന്ന വഴി കണ്ടപ്പോൾ പിന്നെ അപ്സര നന്നായിട്ട് പാട്ടൊക്കെ പാടി എന്റർടൈൻ ചെയ്യുന്നു. പഴയ തോന്നുന്നുണ്ടോ? ഞാനോ? ഇല്ല, ഞാനും ഫസ്റ്റ് ടൈം ആണ് കക്കാട്ടുമനയിലേക്ക്. നമ്മൾ അവിടുത്തെ അന്തർജനങ്ങളാകാൻ പോവുകയാണ്. അല്ല, എനിക്ക് വഴിയൊക്കെ കണ്ടിട്ട് നമ്മള് സിനിമയിലൊക്കെ കാണുമല്ലോ. നാടൻ സാധനം. അമ്മ എന്റെ ടയർ ഓഫ് അടിച്ചടിച്ചടിച്ചടിച്ച്. അയ്യോ, ചെളിയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്.
എടുത്തോണ്ടിരിക്കാണോ? ഐഷു ഉഷാറായിട്ടില്ല. ഐഷു ഒന്ന് സെറ്റ് ആവാണ്ട്. ആക്ച്വലി നല്ല ലൈറ്റ് കേട്ടോ, നല്ല ലൈറ്റ് ഫോട്ടോ കിട്ടും കാണുന്ന പോലത്തെ. അനന്തഭദ്രു ഇത് പാർക്കല്ലേ. ഇത് ആക്ച്വലി കുറച്ച് ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ പടിവാളും. പക്ഷെ വഴി എനിക്ക് ഇഷ്ടമായി. അപ്സര ഇവിടുന്നൊക്കെ ഓടി വരണം. എന്നെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നാണോ എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഞാൻ കാണിച്ചിട്ടെ ആക്ച്വലി അവർ ഈ വഴിയാണ് പോയത്. ഐശ്വര്യ ഇൻട്രസ്റ്റ് കുറഞ്ഞൂറിന് വരുന്നുണ്ടോന്നൊരു സംശയം. എങ്ങനെ കുറയാതിരിക്കും? സന്ദർശനം നമ്മൾ എടുത്തിട്ടുണ്ട്, മുൻകൂർ അനുമതി എല്ലാ അനുമാനങ്ങളും ഉണ്ട്. അല്ല, ഇതാണ് നമ്മൾ ഇപ്പോൾ കക്കാട് മനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തി ഗൈസ്. നമ്മൾ അതിന് മുന്നേ ചെറിയൊരു വീടുണ്ടല്ലോ, അതവരിപ്പോ താമസിക്കുന്നത്. നമ്മളിങ്ങനത്തെ മനയിലൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു. എനിക്കത് നമ്മൾ അന്ന് പോയത് എവിടെയാണോ പാലസ്, എനിക്ക് ആ പാലസ് ജനിച്ച കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ കൊതിയാണ്. ഏതെങ്കിലും രാജാക്കന്മാർക്ക് എന്നെ കല്യാണം കഴിക്കാൻ തോന്നി. അടുത്ത ജന്മത്തിൽ അടുത്ത ജന്മമൊന്നും ഇല്ലടോ. ജനിക്കട്ടെ. തന്നെ കാണാൻ പറ്റും, നിങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെ മുമ്പിൽ ജീവിക്കണം രാജകുമാരി. വണ്ടി അവിടെ അവിടെ ചെളിയാണ്. മഞ്ഞോളം കുളിരുണ്ടോ ഒക്കെ ഉണ്ട്. ബാക്കിൽ പാവട ഓക്കെ ചെയ്താ മറ്റേ ടൗവിനെ മറ്റേ മല്ലി എടാ പാടാ അതൻ പോട്ടെ. ഓക്കെ അയ്യോ അപ്സര വെള്ളത്തിൽ കുതിർന്ന് കിടക്കുന്ന അപ്സര. ഗൈസ് അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ദേ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടില്ല. ലെൻസൊക്കെ ഊരി കണ്ണു പേടിച്ചു കഴിഞ്ഞാൽ ലെൻസ് വരുന്ന സമയത്ത്, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. റിമൂവ് ചെയ്തു, ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യില്ലേ? ഐശ്വര്യ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഐശ്വര്യ നോക്കണം നിങ്ങൾ. ഐശ്വര്യൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഐഷു എന്നാണ്. ഫുൾ നെയിം ഐശ്വര്യ പ്രഭാകരൻ. ഓക്കെ, ഇതവരുടെ പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ പാക്കപ്പ് ചെയ്തു ഇറങ്ങാണ്. അപ്പോൾ നമ്മുടെ ചേച്ചി താങ്ക് യു സോ മച്ച്. ചേച്ചിയാണ് അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തിരുന്നത്. അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഹാ കമാൻ ബ്രോ.
മഹേഷ് ആയിരുന്നു നമ്മുടെ ഒഫീഷ്യൽ ക്യാമറാമാൻ മഹേഷ്. അപ്പോൾ ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കണം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്? ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഞാനുമായിട്ടുള്ള ഷൂട്ടിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നന്നായിരുന്നു. ഒരു പെണ്ണായിട്ട് കാണാൻ അല്ല പെണ്ണായിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി, രൂപത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും അടുത്തൊരു ഷൂട്ടിന് കാണാം. ഇനി അവിടെ കണ്ട ആൾക്കാരുണ്ട് കേട്ടോ, ഒളിച്ചു നിക്ക. അപ്പൊ ഷിബു നമ്മളെ സഹായിച്ചു ഒരുപാട്. അപ്പൊ ഷിബു താങ്ക് യു. കാണാം നമുക്ക്. ഷിബു ഭയങ്കര ധൃതി, പാക്കിങ്ങിന്റെ ധൃതിയിലാണ് ഗൈസ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്സര ഇങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഐഷു വീണ്ടും ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ഐഷുവിന്റെ ഫോട്ടോഗ്രാഫി സ്കില്ലൊക്കെ ഐഷു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്ര ഉള്ളത് നമ്മുടെ നടുമുറ്റം എല്ലാം കഴിഞ്ഞു, എല്ലാം പാക്ക് ചെയ്തു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് ഇട്ടിട്ടായിരിക്കും വ്ളോഗ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കാണുക. അതുപോലെ തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട നിങ്ങൾ നല്ല കമൻസും കാര്യങ്ങളൊക്കെ പറയുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്താ പറയുക, വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് നമുക്ക് വരാം. അപ്പം നമുക്ക് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഈ അപ്സരയാണ് ഈ അപ്സരയാണ് ഇത്രയും നിർബന്ധിച്ച് എന്താ പറയാ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും. ഞാൻ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. എന്റെ ഡ്രസ്സിങ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും സത്യമായിട്ടാ ഇവിടെ എത്തേണ്ടത് വരെ അവളെ ഡ്രസ് ചെയ്തെന്ന് പോലും അവൾക്കറിയില്ല. എല്ലാം നോക്കി നടത്തിയത് അപ്സരയാണ്. അപ്സര എന്നും എന്റെ നന്ദി എന്നും കൂടെ കാണും. അപ്പൊ അപ്സരക്ക് ഒരുപാട്. അപ്പൊ താങ്ക് യു. ഓക്കെ ശരി, ബൈ.